ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. എടാ മക്കളെ, 2024 ലാബ് 13 ലിമിറ്റ്സ് എന്ന് പറയുന്ന ലാബാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഇതിന്റെ 2023 ലാബ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടിട്ട് ഇങ്ങോട്ട് വരിക, കാരണം അതേ മോഡൽ തന്നെയാണ് 2024 ചോദിച്ചത്. സോ അത് ചെയ്ത കുട്ടികൾക്ക് എല്ലാവർക്കും ഇതൊരു റിവിഷൻ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമുക്ക് ജിയോജിബ്രയിൽ കാണിക്കുക. ആ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡ്രോ ചെയ്ത ശേഷം ലെഫ്റ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കുക. എവിടെ? അറ്റ് x = 5 നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, എന്താണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം. സോ ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. സോ നമ്മുടെ ഗ്രാഫ് വന്നു കഴിഞ്ഞു. സോ അറ്റ് 5 എന്ന് പറയുന്ന പോയിന്റിലെ ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കണം. എക്സിസ്റ്റൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം മക്കളെ. എന്ത് പറയാം നിങ്ങൾക്ക്? 5 എന്ന് പറയുന്ന പോയിന്റിൽ 5 എന്ന് പറയുന്ന പോയിന്റിൽ LHL ലെഫ്റ്റ് സൈഡ് ലിമിറ്റ് ആരാണ്? 3 ആണ് അല്ലേ. സോ LHL = 3. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്? 5ന്റെ റൈറ്റ് സൈഡിലുള്ള ലിമിറ്റ് ആരാണ്? റൈറ്റ് സൈഡിൽ ആരാണ്? ദൈവൻ 5. സോ RHL 5 ആണ്. LHL RHL സെയിം ആണോ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആണോ? അല്ല. LHL ≠ RHL. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് സെയിം അല്ല. Therefore limit does not exist at x = 5. മക്കളെ, വളരെ എളുപ്പമുള്ള ഒരു ലാബാണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാം കേട്ടോ. ലിമിറ്റിന്റെ എക്സിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാനാണ്. ഉണ്ടോ ഇല്ലയോ നമ്മൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. സോ ഇതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ മക്കളെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, സിമ്പിൾ കാര്യമാണ്. ഇതിനെ വിശദീകരിച്ച് ഞാൻ ഓൾറെഡി 2023 പറഞ്ഞിട്ടുണ്ട്. സോ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഇത് കണ്ടാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളതാണ് മക്കളെ, വളരെ എളുപ്പം ചെയ്യാവുന്ന ലാബാണ്. നെക്സ്റ്റ് ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നു, വീണ്ടും ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. സെക്കൻഡ് ലാബ്. സോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാലോ എന്ത് വരടാ? LHL. മക്കളെ മനസ്സിലായവർ എഴുതിക്കോ, തന്നെ എഴുതിക്കോ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് LHL 5 എന്ന് പറയുന്ന പോയിന്റിലെ ലെഫ്റ്റിലുള്ള ആളാരാടാ? ദൈവനാണ് അല്ലേ. ആരാണ്? 5. LHL 5 ആണ്. RHL ആരാണ്? RHL ദീപനാണ്. ഓക്കെ, RHL എന്ന് പറയുന്നത് ആരാടാ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എത്രയാണ്? 5. ഓക്കെ. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആരാണ്? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ദീപന്റെ നേരെ കിടക്കുന്ന ആരാണ്? 3. LHL RHL സെയിം ആണോ? അല്ല. LHL ≠ RHL. നേരത്തെ എഴുതിയ അതേ സാധനം തന്നെ എഴുതി വെച്ചു. ഓക്കെ, അതും സിമ്പിളാണ്. ഓക്കെ, ഇനി ലാബ് 3 അല്ല, തേർഡ് ക്വസ്റ്റ്യൻ. അതിൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ, അത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. സോ എന്ത് പറയടാ? 5ലെ ലിമിറ്റ് വാല്യൂ നോക്കിയേ നിങ്ങൾ. 5ന്റെ ലെഫ്റ്റ് ലിമിറ്റ് LHL എന്താടാ? LHL എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. LHL 2. RHL റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ഇതിന്റെ റൈറ്റ് സൈഡ് ലിമിറ്റ് ആരാണ്? ദീപന്റെ റൈറ്റ് സൈഡിലുള്ള ലിമിറ്റ് ദീപനാണ്. എത്രയാടാ? 3. ഓക്കെ. LHL RHL സെയിം ആണോ? അല്ല. LHL ≠ RHL. LHL ≠ RHL. Therefore എന്ത് എഴുതി വെക്കാം? ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് x = 5. 5ല് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് എഴുതി വെക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതും കഴിഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പം. 3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. 3 ക്വസ്റ്റ്യൻ വളരെ എളുപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. സോ 2 വന്ന് 3 മാർക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ്. ഓപ്പൺ എ ന്യൂ ജിയോജിബ്ര വിൻഡോ ആൻഡ് ക്രിയേറ്റ് സ്ലൈഡേഴ്സ്. എയും ബിയും ക്രിയേറ്റ് ചെയ്യുക. 0.1 എന്ന് പറയുന്നതാണ് 2023 അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ മക്കളെ, അതേ ക്വസ്റ്റ്യൻ തന്നെ. സോ എയും ബിയും ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ. എ ആൻഡ് ബി ക്രിയേറ്റ് ചെയ്യണം, ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. ഓക്കെ, എയും ബിയും ക്രിയേറ്റ് ചെയ്യുക. 0.1. സോ അവർ പറഞ്ഞ പോലെ നമ്മൾ സ്ലൈഡർ ടൂൾ എടുത്തു മക്കളെ. സ്ലൈഡർ എ എന്ന് പറയുന്ന സ്ലൈഡർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. 0.1 ആണ്. 0.1 കൊടുത്തു. ഓക്കെ, 0.1 വന്നു. വീണ്ടും സ്ലൈഡർ ക്ലിക്ക് ചെയ്തു. ഓക്കെ, 0.1 തന്നെയാണ് അതും. സ്ലൈഡർ ബി ഓട്ടോമാറ്റിക്കായിട്ട് വന്നു കഴിഞ്ഞു. ഇനി അവർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഈ ഫംഗ്ഷൻ അവിടെ ടൈപ്പ് ചെയ്യുക. ഈ ഫംഗ്ഷൻ അവിടെ കോപ്പി പേസ്റ്റ്. ഓക്കെ, കോപ്പി പേസ്റ്റ്. ഓക്കെ, വന്നു കഴിഞ്ഞു മക്കളെ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എയുടെയും ബിയുടെയും വാല്യൂ ചേഞ്ച് ചെയ്ത് ഫംഗ്ഷൻ x = 5ൽ എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അതിനുശേഷം കിട്ടുന്ന എയുടെയും ബിയുടെയും വാല്യൂ എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മക്കൾ ഇവിടെ ഇപ്പോൾ ഫംഗ്ഷൻ വാല്യൂ നിങ്ങൾ നോക്കിയടാ. ഫംഗ്ഷൻ വാല്യൂ നോക്കിയേ. ലെഫ്റ്റിൽ എന്താണ്? 5ന്റെ നേരെ ലെഫ്റ്റിൽ എന്താണ്? 3 ആണ്. ഇവിടെ 5ന്റെ ഇപ്പർ സൈഡ് റൈറ്റിൽ എന്താണ്? 6 ആണ്.
അപ്പോൾ ഇവിടെ 5 എന്ന് പറയുന്ന സ്ഥലത്ത് എക്സിസ്റ്റ് ചെയ്യിപ്പിക്കണം. ആ ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്ന എയുടെയും ബിയുടെയും വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എയുടെയും ബിയുടെയും വാല്യൂ 5 എന്ന് പറയുന്ന സ്ഥലത്ത് അറ്റ് x = 5 കേട്ടോ. x = 5 ലിമിറ്റ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്ത് നമുക്ക് ഒരുമിച്ച് തമ്മിൽ കൂട്ടിമുട്ടിച്ചാൽ പോരെടാ. ഓക്കെ, കണ്ടോ, കൂട്ടിമുട്ടിച്ചു. അപ്പോൾ 5 എന്താണ് ലെഫ്റ്റ് ലിമിറ്റും ഓക്കെ ആയി, 3 ആയി, റൈറ്റ് ലിമിറ്റും 3 ആയി. ഓക്കെ അല്ലേടാ? യെസ്, അത് എക്സിസ്റ്റ് ചെയ്യിപ്പിക്കാനാണ് പറഞ്ഞത്. സോ എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്ന എയുടെയും ബിയുടെയും വാല്യൂ എടുത്തെഴുതാനാണ് പറഞ്ഞത്. സോ എന്ത് കിട്ടിയടാ? എന്ത് കിട്ടി? നമുക്ക് ഇവിടെ എടുത്തെഴുതാം. അതായത് നോക്കി, LHL എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലെ ലിമിറ്റ് 3 ആണ്. അപ്പോൾ LHL-ഉം 3 ആണ്. RHL-ഉം ഇവിടെ റൈറ്റ് സൈഡിൽ എന്താണ്? അതേ 3 തന്നെയല്ലേ? റൈറ്റ് സൈഡിലും ഇതിൻ്റെ റൈറ്റ് സൈഡിലും 3 തന്നെയാണ്. LHL = RHL ആണ്. സോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ലിമിറ്റ് എന്താണ്? ഇവിടുത്തെ ലിമിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ലിമിറ്റ് സാറേ അവിടുത്തെ 3 ആണ്. എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ 0.4ഉം ബിയുടെ വാല്യൂ എത്രയാണ്? ബിയുടെ വാല്യൂ 1ഉം. ഓക്കെ, കഴിഞ്ഞല്ലോ. എല്ലാം സിമ്പിളായിട്ട് നമുക്ക് ഗ്രാഫിൽ നിന്ന് തന്നെ എടുത്തെഴുതാനേ ഉള്ളൂ. സോ അത് എഴുതി കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതേപോലെ ചെയ്യാം. കോപ്പി ചെയ്തു മക്കളെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തു, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുവാണ്. സോ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുവാണ് നേരത്തത്. ഓക്കെ, പേസ്റ്റ് ചെയ്തു. വന്നു കഴിഞ്ഞല്ലേ മക്കളെ? 5 കൊണ്ടുവന്ന് എക്സിസ്റ്റ് ചെയ്യിപ്പിക്കണം. സോ 5 എക്സിസ്റ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്ത് ഓക്കെ കണ്ടല്ലോ. ഇത് ഏത് ചേഞ്ച് ചെയ്താലും അങ്ങോട്ട് ചേഞ്ച് ആകത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ കൊണ്ട് വെച്ചാൽ മതി അല്ലേ? ജസ്റ്റ് പയ്യെ. ഓക്കെ, ബി എന്ന് പറയണത് പയ്യെ. ഓക്കെ, സെറ്റായി. ബി എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രാഫ് ഇങ്ങോട്ട് കിട്ടില്ലടാ. 0.8 എ 0.8ഉം ബി 1ഉം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലിമിറ്റ് വാല്യൂ എത്രയാണ്? അതും എടുത്തെഴുതിക്കോ. ലിമിറ്റ് LHL-ഉം RHL-ഉം സെയിം ആണ്. സോ LHL = RHL ആണ് ഇവിടെ. LHL എന്ന് പറയുന്നതും എത്രയാണ്? 5ന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് 5 തന്നെയാണ് അല്ലേ? 5ന്റെ വലത് സൈഡിലുള്ളതും 5 തന്നെയാണ്. അപ്പോൾ ഇവിടെ LHL-ഉം 5 തന്നെ, RHL-ഉം 5 തന്നെ. ഇവിടുത്തെ ലിമിറ്റ് എത്രയായിരിക്കും? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ലിമിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ലിമിറ്റ് 5 ആണ്. അപ്പോൾ എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ 0.8. ബിയുടെ വാല്യൂ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ 1. സിമ്പിൾ. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. നെക്സ്റ്റ് ഇതും കൂടെ അങ്ങ് കോപ്പി ചെയ്യുവാണ് മക്കളെ. യെസ്, ഇതങ്ങ് ഡിലീറ്റ് ചെയ്യുവാണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചാൽ മതി. കറക്റ്റായിട്ടല്ലേ? കറക്റ്റായിട്ടിരുന്നു. ഓക്കെ, കറക്റ്റ് ആണല്ലോ മക്കളെ. എത്രയാണ്? എയുടെ വാല്യൂ 0.2, ബിയുടെ വാല്യൂ 1. സിമ്പിളായിട്ട് എഴുതാമല്ലോ. അപ്പോൾ ഇവിടെ 5ന്റെ ലിമിറ്റ് എത്രയാണ്? ഇവിടെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 3 അല്ല 2 ആണ് അല്ലേ? ലിമിറ്റ് 2 ആണ്. LHL-ഉം RHL-ഉം സെയിം ആണ്, 2 തന്നെയാണ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ ആക്കിയ ശേഷം കിട്ടുന്ന എയുടെയും ബിയുടെയും വാല്യൂ എഴുതാനാണ് പറഞ്ഞത്. സിമ്പിളായിട്ട് കിട്ടി. ഓക്കെ, അതങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് കഴിഞ്ഞു മക്കളെ. തേർഡ് ക്വസ്റ്റ്യൻ എത്രയും മക്കളെ നമുക്ക് മാർക്ക്? 2 1 3, 3 2 5 മാർക്കായി. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും 2023 സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. കൺസ്ട്രക്ട് ആൻ ആപ്ലെറ്റ്. എയുടെയും ബിയുടെയും സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുക. 0.1 ആണ്. സോ 0.1 വെച്ച് നമ്മുടെ എയുടെയും ബിയുടെയും സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തു. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നില്ല മക്കളെ. നിങ്ങൾ ക്രിയേറ്റ് ചെയ്തോണം കേട്ടോ. ചെയ്ത് ദ മാർക്കിംഗ് ഓൺ ദി എക്സ് ആക്സിസ് π/2 ആക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, അതാക്കാം. നമുക്ക് ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഗ്രാഫിക്സ് എടുക്കുക, എക്സ് ആക്സ് എടുക്കുക, ഡിസ്റ്റൻസ് എടുക്കുക, മാറ്റുക, π/2 ആക്കുക. ഓക്കെ, അതാക്കി. അവർ പറഞ്ഞ പോലെ തന്നെ അത് ചെയ്തു. അടുത്തത് പറഞ്ഞിരിക്കുന്നത് യൂസിങ് ദി ഇൻപുട്ട്. ഈ ഇൻപുട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി പേസ്റ്റ് ചെയ്ത ശേഷം ബാക്കി നമുക്ക് വായിക്കാം. ഓക്കെ, അത് ചെയ്തു. ബാക്കി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. മക്കളെ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ്. ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് π/2 ഈസ് 3. π/2 ലിമിറ്റ് 3 ആക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അത് മാത്രമല്ല ഇത് സ്കെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കിട്ടുന്ന ഗ്രാഫ് സ്കെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് π/2 3 ആക്കണം. കണ്ടല്ലോടാ മക്കളെ, π/2 3 ആക്കണം. π/2 നേരെ 3 ആക്കണം. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കാം. ഇത് π/2 3 ആക്കണം അല്ലേ? 3 ആക്കണമെങ്കിൽ കുറച്ചുകൂടെ നീക്കി 3 കൊണ്ടുവച്ചു. ഓക്കെ, അടുത്ത് ഇതും നീക്കി 3 കൊണ്ടെത്തിച്ചു. കഴിഞ്ഞു. എയുടെയും ബിയുടെ വാല്യൂ എഴുതിക്കോടാ. എ = എത്രയാണ്? 3. ബി = എത്രയാണ്? 2. ഗ്രാഫ് ഇതേപോലെ ഒന്ന് റഫായിട്ട് സ്കെച്ച് ചെയ്ത് വെച്ചാൽ ആൻസർ കഴിഞ്ഞു. സോ നമുക്ക് ഇവിടെ എന്ത് എഴുതി വെക്കാം? ആപ്ലെറ്റ് ക്രിയേറ്റഡ്.
ആപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു, സാറിനെ വിളിച്ച് കാണിക്കുക, സാറേ ഇതേ കിട്ടി ഗ്രാഫ്. എയുടെ വാല്യൂ എത്രയാണ് 3, ബിയുടെ വാല്യൂ എത്രയാണ് 2. അപ്പോൾ ഗ്രാഫ് നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതേണ്ടത് ആപ്ലിക്കേറ്റ് ക്രിയേറ്റഡ് A = 3 B = 2 എന്ന് എഴുതുക. ഈ ഗ്രാഫ് ഇങ്ങനെയൊന്ന് ജസ്റ്റ് ആയിട്ട് റഫായിട്ട് വരച്ചു വയ്ക്കുക. പരിപാടി കഴിഞ്ഞു. വളരെ എളുപ്പമുള്ള ലാബാണ് ലിമിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതേ മോഡൽ തന്നെയായിരിക്കും 2025 ചോദിക്കുന്ന മക്കളെ. നന്നായിട്ട് ചെയ്ത് പഠിക്കുക, നന്നായിട്ട് ഗ്രാഫ് ചെയ്ത് പഠിക്കുക കേട്ടോ. ലാപ്പിലോ ഡെസ്ക്ടോപ്പിലോ ചെയ്ത് പഠിക്കുക, അതില്ലാത്തൊരു മൊബൈലിൽ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ മക്കളെ സാധാരണ പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ മക്കളെ. എന്നിട്ട് നന്നായിട്ട് പഠിച്ചോണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലാബായിട്ട് കാണാം മക്കളെ. ഓക്കെ, ബൈ.